നനുത്ത മഴയും നനഞ്ഞ പ്രകൃതിയും വർഷകാലത്തിൻ്റെ കുളിരുമുള്ള ദിനങ്ങൾ. ഒരു വർഷത്തിലേക്കുള്ള ആരോഗ്യത്തിൻ്റെ ഒരുക്കം കൂടിയാണ് വർഷകാലം. മലയാളികൾക്കിത് കർക്കിടകമാണ്. കർക്കിടക ഒഴിച്ചിൽ, പിഴിച്ചിൽ, കിഴി, മരുന്ന്, ലേഹ്യം, കഞ്ഞി, ഇങ്ങനെ പരസ്യങ്ങളുടെ ഒരു ഘോഷയാത്രയുടെ കാലം കൂടിയാണിത്. എന്നാൽ ഇതെല്ലാം ആരോഗ്യപ്രദമാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് നിങ്ങൾ സേവിക്കുന്നുണ്ടെങ്കിൽ അതൊരു ആയുർവേദ വിദഗ്ധന്റെ നിർദ്ദേശപ്രകാരമാണോ എന്ന് ഞാൻ ചോദിച്ചാൽ അല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണേണ്ടതാണ്. ആയുർവേദം നിർദ്ദേശിക്കുന്നതനുസരിച്ച് വർഷകാല ചര്യ എന്ന് പറയുന്നത് ഇത്ര ചിലവേറിയതോ അല്ലെങ്കിൽ അശാസ്ത്രീയമായി നിർമ്മിക്കപ്പെടുന്ന മരുന്നുകളോ അല്ല. പകരം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്ന ജീവിതചര്യകളും ആഹാര രീതികളും വ്യായാമങ്ങളും ഒക്കെയാണ്. നമ്മുടെ ദഹന വ്യവസ്ഥ, ആരോഗ്യസ്ഥിതി, രോഗങ്ങൾ, ഭക്ഷണക്രമം, ജീവിതചര്യ ഇവയൊക്കെ വെച്ചിട്ട് ഒരു ആരോഗ്യ വിദഗ്ധൻ്റെ നിർദ്ദേശപ്രകാരം നാം പാലിക്കേണ്ട ചില ചര്യകളാണ് വർഷകാല ചര്യ എന്ന് പറയുന്നത്. ദക്ഷിണായന കാലത്തിൻ്റെ ആദ്യ മാസമാണ് കർക്കിടകം. അതായത് ഈ ദക്ഷിണായന കാലത്തിൽ സൂര്യൻ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ചന്ദ്രന് ബലക്കുറവ് സംഭവിക്കുന്നുണ്ട്. ഇത് പ്രകൃതിയിൽ സംഭവിക്കുന്ന മാറ്റമാണ്. വേനൽ കഴിഞ്ഞ് മഴക്കാലം തുടങ്ങുന്ന മാസമാണ് കർക്കിടകം. ഈ സമയത്ത് നമ്മുടെ ശരീരബലവും മനോബലവും രോഗപ്രതിരോധ ശേഷിയും ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ രോഗങ്ങൾ പിടിപെടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് അതിനെതിരായി ശരീരത്തിൻ്റെ ബലം കൂട്ടിയും മനോബലം വർദ്ധിപ്പിച്ചും രോഗപ്രതിരോധ ശേഷി കൂട്ടിയും നമുക്ക് ഭാവിയിലേക്കുള്ള ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്നതാണ് ഈ കർക്കിടക ചികിത്സയിലൂടെ ലക്ഷ്യമാക്കുന്നത്. കർക്കിടക മാസത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ മറികടക്കുവാൻ വേണ്ടി ആയുർവേദം നിർദ്ദേശിക്കുന്ന ഔഷധക്കൂട്ടുകൾ ചേർന്നുണ്ടാക്കുന്ന കഞ്ഞിയാണ് ഈ ഔഷധ കഞ്ഞി അഥവാ കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്. ഈ കഞ്ഞി സേവയിലൂടെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മലങ്ങളെ പുറം തള്ളുന്നു. അതിലൂടെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി ക്രമപ്പെടുകയും ദഹന പ്രക്രിയ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഓരോ ആയുർവേദ മരുന്നും ഓരോരുത്തരുടെയും ദഹനശേഷിയും ശരീരപ്രകൃതിയും രോഗാവസ്ഥകളും ഒക്കെ കൃത്യമായി അറിഞ്ഞല്ലാതെ കഴിക്കരുത്. കൃത്യമായ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ആയുർവേദ മരുന്നുകൾ കഴിക്കാവൂ. കർക്കിടക്കഞ്ഞിയും ഔഷധക്കൂട്ടുകളും അങ്ങനെ തന്നെ. ഓരോരുത്തർക്കും അനുയോജ്യമായ ഔഷധങ്ങളും ആരോഗ്യ പരിപാലനവുമായി ഈ മഴക്കാലം ആരോഗ്യകരമാക്കുവാൻ ആയുർലി അവതരിപ്പിക്കുന്ന ആരോഗ്യ പരിപാടിയാണ് ശീപോതി. ഇതിനായി ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യാവുന്നതാണ്. കൺസൾട്ടേഷൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആചാരങ്ങൾ ആരോഗ്യത്തിന് വേണ്ടിയാവട്ടെ. ലീവ് ലവ്ലി വിത്ത് ആയുർലി.